എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണ് റവപ്പുട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ സോഫ്റ്റായിട്ടുള്ള റവപ്പുട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. കടലക്കറിയുടെ കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് റവപ്പുട്ട്. അപ്പോൾ തേങ്ങ അരച്ച എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ കടലക്കറിയാണ് ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ റവപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ റവപ്പുട്ട് 2 പേർക്കുള്ള റവപ്പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ്, എങ്കിൽ കൂടി ഇത് ഒന്ന് വറുത്തെടുക്കണം. വളരെ ചെറിയ തരികളുള്ള റവയാണ്. അപ്പോൾ ഇത് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് എടുത്ത് തീ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, ഒരുപാട് വറക്കാതെ ഇരിക്കരുത്. അപ്പോൾ ഒരു ആവശ്യത്തിന് ഇത് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ ആ മണം വരുമ്പോൾ നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഈ റവയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഉപ്പ് പിങ്ക് സോൾട്ടാണ്, ഹിമാലയൻ സോൾട്ട് എന്നറിയപ്പെടും. ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി എൻ്റെ ഉപ്പിൻ്റെ കളർ എന്താണ് പിങ്ക് കളർ ഇരിക്കുന്നതെന്ന്. അപ്പോൾ അത് ഹിമാലയൻ സോൾട്ടാണ്. വളരെ പ്യുവറായിട്ടുള്ളൊരു സോൾട്ടാണ്, യാതൊരു പ്രോസസ്സും ചെയ്യാത്ത സോൾട്ടാണ്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഇത് നനയ്ക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പുട്ട് നല്ല ഹാർഡായി പോവും, അതുപോലെ തന്നെ നല്ലതായിട്ട് കുഴഞ്ഞും പോവും. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും മിനിമം ഇത് അടച്ചു വെക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പൊടി പോലെ ആക്കിയെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് കട്ടകളായി കിടക്കുകയാണെങ്കിൽ പുട്ട് നല്ല ഹാർഡായി പോവും. അപ്പോൾ ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലൊരു പകുതിയോളം വെള്ളം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് വേണം നിങ്ങൾ കുക്കർ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് പുട്ടുകുറ്റിയിലേക്ക് ആക്കാം. അപ്പോൾ പുട്ടുകുറ്റിയുടെ താഴെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിരട്ട ടൈപ്പിലുള്ള പുട്ടുകുറ്റിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിലുള്ളത് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മാവ് നിറച്ച് കൊടുക്കുകയാണ്. ഒരുപാട് കുത്തി നിറയ്ക്കരുത്, ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്യുകയേ ചെയ്യാവുള്ളൂ. ഒരുപാട് കുത്തി നിറയ്ക്കുമ്പോഴാണ് പുട്ട് ഹാർഡായി പോകുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ആവി വന്ന കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പുട്ടുകുറ്റി ഇതിലേക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് മതിയാകും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ് ഈ പുട്ട് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പുട്ടിന്ന് നല്ലതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ചെടുത്ത് നോക്കുക, അറിയാം ഇത് വെന്തോന്ന്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റവപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കടലക്കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, പഴത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ മട്ട അരി വെച്ചിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റായിട്ട് തന്നെയുള്ള പുട്ടാണ്. അപ്പോൾ റവപ്പുട്ട് കുറച്ച് ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ തേങ്ങ അരച്ച കടലക്കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഞാനിവിടെ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്, തേങ്ങ അരച്ച കടലക്കറി. അത് കൂട്ടിയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്